വിയന്നായിലെ മെത്രാപ്പൊലിത്തയായിരുന്ന വിശുദ്ധ മാമർട്ടൂസ് തന്റെ ദൈവീകതയും അറിവും അത്ഭുത പ്രവർത്തികളും വഴി തന്റെ സഭയിൽ വളരെയേറെ കീർത്തി കേട്ട ഒരു സഭാധ്യക്ഷനായിരുന്നു. താൻ അധ്യക്ഷനായ രൂപതയിൽ ഉപവാസങ്ങളും യാചനാ പ്രാർത്ഥനകളും ആചരിക്കുന്ന പതിവ് വിശുദ്ധൻ നിലവിൽ വരുത്തി. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെയും യുദ്ധം, മഹാമാരി തുടങ്ങിയ ദൈവിക കോപത്തിൻ്റെതായ അവസരങ്ങളിൽ പ്രാർത്ഥനാ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വിശുദ്ധന് സാധിച്ചു. ഒരിക്കൽ വിയന്നെ നഗരത്തിൽ വളരെ ഭയാനകമായ അഗ്നിബാധയുണ്ടായി. നഗരവാസികൾ ആകെ അമ്പരപ്പിലാവുകയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ വിശുദ്ധ മാമർട്ടൂസിന്റെ പ്രാർത്ഥനയാൽ പെട്ടെന്ന് തന്നെ ആ അഗ്നിബാധ അത്ഭുതകരമായി കെട്ടടങ്ങി. ഈ അത്ഭുതം ജനങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായി സ്വാധീനിച്ചു. പരിശുദ്ധനായ ഈ സഭാധ്യക്ഷൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭക്തിപൂർവമായ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും ആത്മാർത്ഥമായ മനസ്താപത്തെക്കുറിച്ചും ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കി. 474 സഹോദരനായ മാമർട്ടൂസ് ക്ലോഡിയന്റെ മരണത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം 477 വിശുദ്ധ മാമർട്ടൂസ് ഇഹലോകവാസം വെടിയുന്നത്. നമ്മുടെ കഷ്ടതകളുടെ സമയങ്ങളിൽ ആത്മാർത്ഥമായ പശ്ചാത്താപവും അനുതാപവും കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ പ്രാർത്ഥനകളെ അകമ്പടി സേവിക്കേണ്ടതായിട്ടുള്ളതാണെന്ന് വിശുദ്ധ മാമർട്ടൂസ് നമ്മെ പഠിപ്പിക്കുന്നു.